അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്കൂളിൽ നിന്ന് ആരംഭിക്കുകയാണ്. എല്ലാ തവണ അങ്ങനെ തന്നെയാണ്, സ്കൂളിൽ നിന്നാണ് നമ്മൾ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഗ്രാൻഡ് ആയിട്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. ഫാദറും എല്ലാവരും ഉണ്ടായിരുന്നു, നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കുട്ടികളോടുകൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഉച്ചയോടുകൂടി കുട്ടികളുടെ സെലിബ്രേഷൻ കഴിഞ്ഞു. നമ്മൾ അവരെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ രാവിലെ നമ്മൾ വന്നാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടാറില്ല, കുട്ടികളുടെ കൂടെ ആയിരിക്കും ഫുൾ ടൈം ഉണ്ടാവുക. അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കുക ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് റെഡ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളിലെ ഗ്രൗണ്ടിൽ നിന്നിട്ട് റൗണ്ടായിട്ട് നിൽക്കും. സിസ്റ്റർ പ്രെയർ ഉണ്ട്. അതിനുശേഷം ഓരോരുത്തർ അവരവരുടെ സീക്രട്ട് ഫ്രണ്ടിൻ്റെ, അതായത് നമ്മൾ ഡിസംബർ 1 തന്നെ ഫ്രണ്ടിൻ്റെ പേര് നറുക്കെടുക്കും. അതിനുശേഷം നമുക്ക് അത് സീക്രട്ടായിട്ട് നമ്മൾ ഇത്രയും ദിവസം വെക്കുക എന്നുള്ളതാണ് ടാസ്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ് ആരായിരിക്കും ഫ്രണ്ട് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഓരോരുത്തരും സർപ്രൈസ് ആയിട്ട് അവരവരുടെ ഫ്രണ്ടിനെ റിവീൽ ചെയ്യുക, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. വർഷത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. നമുക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടുന്നേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് എന്ത് കൊടുത്താലാണ് ഹാപ്പി ആവുക എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഓരോന്നിങ്ങനെ ആലോചിച്ച് ആ ഫ്രണ്ടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ നമുക്ക് ഇത്ര വർഷം ആയതുകൊണ്ട് ഓരോ ടീച്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആൻറ്റിമാരുടെ ആയാലും സിസ്റ്റേഴ്സിൻ്റെ ആയാലും ഇഷ്ടം നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. അപ്പോൾ ഈ ഒരു സെഷനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെക്ഷൻ, അതായത് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്. എന്ത് തന്നെ ആയാലും വളരെ ഹാപ്പിയാണ്. ആരാണ് നമ്മുടെ ഫ്രണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കറിയില്ലാത്തൊരു കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആയാലും വലിയ ഗിഫ്റ്റ് ആയാലും നമ്മളത് ഹാപ്പി ആയിട്ട് തന്നെ സ്വീകരിക്കും. അപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നമുക്ക് സിസ്റ്ററിൻ്റെ വക എല്ലാവർക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ നമുക്ക് എല്ലാവർക്കും കേക്കും ഗിഫ്റ്റൊക്കെ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടോ. പിന്നെ നമുക്ക് അതിന് ശേഷം ഒരുപാട് എല്ലാവർക്കും സിംഗിൾ ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് കോസ്റ്റ്യൂംസിലൊക്കെ വരുമ്പോൾ നമ്മൾ ക്രിബൊക്കെ നമ്മൾ ഭംഗിയായിട്ടൊക്കെ ഒരുക്കിയപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ക്രിബിൻ്റെ അടുത്ത് നിന്നും ട്രീയുടെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടാവും, നമ്മൾ പുറത്തേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഓരോരുത്തർ പുറകെ നിന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഓരോ കമൻ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാതിരിക്കണേ എങ്ങനെ, അതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽക്കലീച്ചിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയേ. ഗ്രീൻ ആൻഡ് റെഡ് ആയിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സാരി ഞാൻ ഓൺലൈനിൽ എടുത്തതായിരുന്നു, മീഷോന്ന് എടുത്തതാണ്. അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, നല്ല കംഫർട്ടബിളാണ് അത് ഉടുക്കാനും. അങ്ങനെ ഞങ്ങൾ അൽക്കലീച്ചിലേക്ക് എത്തി ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ നൊയമ്പുള്ളവർക്ക് നമ്മൾ ഫ്രൈഡ് റൈസും പിന്നെ ബാക്കി എല്ലാവർക്കും അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ മന്തി വിട്ടിട്ടുള്ളൊരു കളി ഇല്ലല്ലോ എന്ത് ഫംഗ്ഷൻ വന്നാലും. അപ്പോൾ അതുകൊണ്ട് അതിന് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കില്ല, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ, പിന്നെ നീതുവിന് ഇതാ ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എൻ്റെ അയ്യാങ്കുട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ അയ്യാങ്കുട്ടൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ റെഡ് ആൻഡ് ഗ്രീൻ ആയിരുന്നു, അവർക്ക് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ കുറേ ചളിയും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അത് പിന്നെ ഇവർ വർഷങ്ങളായിട്ട് സഹിക്കണതായതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല, എല്ലാം താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ, അതൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു രസം നമുക്ക് സമയം കളയാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്കുള്ള ഫുഡൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അൽഫാം മന്തി വന്നു. പിന്നെ അപ്പോൾ അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനല്ലേ എൻ്റെയും കൂടി അത് സെർവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. മെയിനായിട്ട് നമുക്ക് സ്കൂളിലെ സെലിബ്രേഷനാണ് നമുക്ക് ഇത്തിരി ടെൻഷനുള്ളത്. അതായത് കുട്ടികളെയൊക്കെ ഒന്നൊരുക്കി അത് പ്രോഗ്രാം കഴിയുമ്പോഴാണ് ഞങ്ങൾ ഫ്രീ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണത്തെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കരോളും ബാക്കി വീട്ടിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ.